ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു നർച്ചർ ടോക്സ്. ഹാപ്പി ദീപാവലി. ദീപാവലിക്ക് ദീപങ്ങളല്ലേ സ്പെഷ്യല്. നമ്മുടെ വീട് അലങ്കരിക്കാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുള്ള വാട്ടർ കാൻഡിൽ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റും. മെഴുകിൻ്റെ ഒന്നും ആവശ്യമില്ല. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് മാക്സിമം ഭംഗിയിൽ പലതരത്തിലുള്ള വാട്ടർ കാൻഡിൽ ഉണ്ടാക്കിയെടുക്കാം. അപ്പം നോക്കാം എങ്ങനെയാണെന്ന്. ഞാനിവിടെ 4 തരത്തിലുള്ള വാട്ടർ കാൻഡിലാണ് ഉണ്ടാക്കി കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 2 ചെറിയ ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഒരു മീഡിയം സൈസ് ഗ്ലാസ് എടുത്തിട്ടുണ്ട്, ഒന്ന് കുറച്ചും കൂടെ വലിപ്പമുള്ള ഗ്ലാസ് എടുത്തിട്ടുണ്ട്. ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കുക, ഇല്ലെങ്കിൽ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഡിസ്പോസിബിൾ ഗ്ലാസ് ഇല്ലേ, അതെടുത്താലും മതി. ഗ്ലാസ്സിന് അങ്ങനെ പ്രത്യേകം വലിപ്പമൊന്നുമില്ല, ഏത് തരത്തിലുള്ള ഗ്ലാസ് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവറാണ്. ഇത് നമ്മൾ പരിപ്പും പയറും അല്ലെങ്കിൽ മുറുക്കൊക്കെ വാങ്ങുമ്പോൾ കിട്ടില്ല കവറ്, അതാണ്. അപ്പോൾ അത് നമ്മളൊന്ന് കട്ട് ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന ഗ്ലാസ് അതിൻ്റെ മുകളിൽ വെച്ചിട്ട് താഴെ ഇങ്ങനെ പേന കൊണ്ടൊന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കണം. ഇത് നമ്മൾ തിരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത്. കട്ട് ചെയ്തെടുക്കുമ്പോൾ നല്ല റൗണ്ടായിട്ട് ഒരേ ഷേപ്പിൽ തന്നെ കട്ട് ചെയ്തെടുക്കാൻ നോക്കുക. ഇല്ലെങ്കിൽ നമ്മുടെ വെള്ളത്തിന് മുകളിൽ വയ്ക്കുമ്പോൾ ഇതങ്ങ് താന്നു പോവും, ഒരു സൈഡ് ചരിഞ്ഞിട്ട്. അപ്പം നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ഏകദേശം നടുക്കോട്ട് നമുക്ക് ഹോളിട്ട് കൊടുക്കാം. ഇതിനകത്തോട്ട് തിരി വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഇതിനകത്തോട്ട് തിരി കയറ്റി കൊടുക്കാം. ഒരു കെട്ടിട്ട് കൊടുക്കാം. കെട്ടിടുന്നത് തിരി തടഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മളെടുത്ത് തിരിയുടെ നടുക്കിൽ കെട്ടിട്ട് കൊടുക്കുക, എന്നാലേ കുറച്ച് ഭാഗം താഴോട്ടും കുറച്ച് ഭാഗം മുകളിലോട്ടും നിൽക്കുള്ളൂ. അപ്പൊ തിരി ഇല്ലെങ്കിൽ തുണി തിരി പോലെ തിരികെ എടുത്താൽ മതി. അപ്പൊ ദാ ഇതുപോലെ നിൽക്കണം, കുറച്ച് താഴോട്ടും കുറച്ച് മുകളിലോട്ടും. ഇതുപോലെ എല്ലാ ഗ്ലാസിന്റെ അളവിലും വെട്ടിയെടുക്കുക. ഇനി ഞാൻ ഒരു ഗ്ലാസ്സിലോട്ട് പെബിൾസ് ഇട്ട് കൊടുക്കാണ്. നല്ല വെള്ളാരം കല്ലുകൾ ഉണ്ടെങ്കിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിറഞ്ഞു തുളുമ്പുന്ന രീതിയിൽ വെള്ളം ഒഴിക്കരുത്. ഇനി നമുക്കിതിലോട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ വിളക്കിൽ ഒഴിക്കുന്ന എണ്ണയില്ലേ, നല്ലെണ്ണ ഒഴിക്കാം, അല്ലെങ്കിൽ വെളിച്ചെണ്ണ ഒഴിക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചാൽ കുറച്ച് കൂടുതൽ നേരം കത്തി നിൽക്കും കേട്ടോ. ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തിരി വെച്ച് കൊടുക്കാം. അപ്പോൾ ആ പ്ലാസ്റ്റിക് പൊങ്ങി നിൽക്കുന്ന രീതിയിൽ വേണം തിരി വയ്ക്കാൻ. ഇനി ഈ തിരിയിലോട്ട് നമുക്ക് എണ്ണ പുരട്ടി കൊടുക്കണം. താഴ്ഭാഗം വരെ എണ്ണ പുരട്ടി കൊടുക്കുക, എന്നാലേ താഴെ കിടക്കുന്ന എണ്ണ മുകളിലോട്ട് കയറി വരുള്ളൂ. ഇനി ഈ തിരി കത്തിച്ചു കൊടുക്കുക. തിരി കത്തിക്കുമ്പോൾ പ്ലാസ്റ്റിക് ഒന്നും കത്തി വരില്ല. എന്ത് ഭംഗിയല്ലേ കാണാൻ. അപ്പോൾ അടുത്തത് എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നതെന്ന് നോക്കാം. അപ്പം കല്ലുകൾക്ക് പകരം ഞാനിവിടെ മുത്തുകളാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. പൊട്ടിയ മാലയുടെ മുത്താണ് കേട്ടോ. അപ്പം ഏത് തരത്തിലുള്ള മുത്തുകൾ എടുത്താലും കുഴപ്പമൊന്നുമില്ല. അപ്പം ഏത് കളറിലുള്ള മുത്ത് വേണമെങ്കിലും എടുക്കാം. ഇനി ഇതിലോട്ട് നേരത്തെ പോലെ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിൻ്റെ മുകളിൽ എണ്ണ, തിരിയിൽ എണ്ണ പുരട്ടി കൊടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിലോട്ട് വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ക്യാൻഡിൽ ഞാൻ ഇപ്പോൾ കത്തിക്കുന്നില്ല, അടുത്ത രണ്ടും കൂടെ ഉണ്ടാക്കി എടുത്തതിന് ശേഷം നമുക്ക് ഒന്നിച്ച് കത്തിക്കാം. ഇനി നമ്മുടെ കയ്യിൽ ഇപ്പം മുത്തും കല്ലും ഒന്നും ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, അതിനും വഴിയുണ്ട്. അപ്പോൾ അടുത്ത 2 ചെറിയ ഗ്ലാസ്സിലോട്ട് ഞാൻ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഈ 2 വെള്ളത്തിനും 2 കളർ കൊടുക്കാൻ പോവാണ്. വാട്ടർ കളർ നമുക്ക് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ഞാനിപ്പോൾ ഓറഞ്ചും ബ്ലൂ ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ വാട്ടർ കളർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇപ്പോൾ വാട്ടർ കളർ ഇല്ലെങ്കിൽ നമുക്ക് ഉജാലയില്ലേ, അതിങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ വേണമെങ്കിൽ നമുക്ക് സീക്വൻസ് ഒക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് നമുക്ക് പൂക്കളും വെച്ച് കൊടുക്കാം. മുല്ല, ജമന്തിയൊക്കെ ഇട്ട് കൊടുത്താൽ നല്ല ഭംഗിയായിരിക്കും. ഇപ്പം എൻ്റെ കയ്യിൽ അതൊന്നുമില്ല, അതുകൊണ്ട് ഞാൻ അത് ചെയ്യണില്ല. നിങ്ങൾക്ക് അങ്ങനെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നേരത്തെ പോലെ തന്നെ തിരി വെച്ചു കൊടുക്കാം. ഇപ്പം റെഡിയായല്ല. ഞാൻ ഇതെല്ലാം ഒന്ന് കത്തിച്ച് കാണിച്ചു തരാം. അപ്പം ഞാൻ എല്ലാം കത്തിച്ചിട്ടുണ്ട്. എന്ത് ഭംഗിയാണെന്ന് നോക്കിയാൽ കാണാൻ നല്ല രസമല്ലേ. അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി ഇത് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ ഈ ദീപാവലിക്ക് എന്തായാലും ഒരെണ്ണമെങ്കിലും ഉണ്ടാക്കണം കേട്ടോ. അപ്പം നിങ്ങൾ ട്രൈ ചെയ്യുന്നതിൻ്റെ പിക്കൊക്കെ താഴെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് അയച്ചു തരിക. അപ്പോൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.